വഖഫ് അധിനിവേശത്തിനെതിരെ സമരം നടത്തുന്ന മുനമ്പത്തെ ജനങ്ങൾക്ക് പിന്തുണയുമായി സന്യാസി വര്യന്മാർ. കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ മുനമ്പം സന്ദർശിച്ചു. സമത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ സമരമാണ് മുനമ്പത്ത് നടക്കുന്നതെന്ന് സ്വാമി ചിദാനന്ദപുരി അഭിപ്രായപ്പെട്ടു. സന്യാസിമാരോടൊപ്പം ഹിന്ദു സംഘടനാ നേതാക്കളും മുനമ്പത്ത് എത്തിയിരുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട ജനങ്ങളാണ് മുനമ്പത്ത് സമരം ചെയ്യുന്നത്. ഒരു പ്രദേശത്തെ മാത്രം ജനങ്ങളുടെ സമരമല്ല ഇത്. സമത്വവും നീതിയും ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ധർമ്മസമരത്തിനൊപ്പം നിൽക്കണമെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. വൈകിയാണ് സമരപന്തലിലെത്തിയതെങ്കിലും വഖഫ് വിഷയത്തിൽ ലേഖനങ്ങൾ എഴുതുകയും പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. സമരത്തോടൊപ്പം തുടക്കം മുതലേ താൻ ഉണ്ടെന്നും സ്വാമി വ്യക്തമാക്കി. നമ്മുടെയൊക്കെ മനസ്സിൽ ദീർഘകാലമായി അങ്ങേയറ്റം ക്ലേശവും ഖേദവും ഉണ്ടാക്കിയിട്ടുള്ള വിഷയമാണ്. ഇതിനെക്കുറിച്ച് ധാരാളമായി പ്രഭാഷണങ്ങളും അതുപോലെ ലേഖനങ്ങളെല്ലാം ഇതിനകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഒരു സമൂഹത്തിന്റെ, ഒരു രാഷ്ട്രത്തിന്റെ ഉള്ളിൽ തന്നെ നിയമവ്യവസ്ഥ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ തുല്യനീതി എന്നുള്ള അടിസ്ഥാനമായ ഭാരതത്തിന്റെ ഭരണഘടന വിഭാവന ചെയ്യുന്ന നിയമവ്യവസ്ഥയുടെ ലംഘനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 2 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്നതാണ് മുനമ്പത്തെ വിഷയമെന്നാണ് ഇവിടെ എത്തിയ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത്. എന്നാൽ സമരം 54-ാം ദിവസം കടക്കുകയാണ്. വിഷയം അത്ര നിസ്സാരമല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു അഭിപ്രായപ്പെട്ടു. 2 മിനിറ്റ് പോയിട്ട് 54 ദിവസം പിന്നിട്ടിട്ടും മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് വരുമ്പോൾ ആ പ്രശ്നം അത്ര നിസ്സാരമല്ല. ഈ പറയുന്ന രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ പരിഹരിക്കാൻ കഴിയും എന്ന രീതിയിൽ എളുപ്പത്തിൽ നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ സമരത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചേ മതിയാകൂ. സന്യാസിമാരോടൊപ്പം വിവിധ ഹിന്ദു സംഘടനാ നേതാക്കളും മുനമ്പത്ത് സന്ദർശനം നടത്തി. സന്യാസിമാരായ സ്വാമി ഗോരഖ്നാഥ്, ഗുരുദാസാനന്ദ സരസ്വതി, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ശിവൻ, സംസ്ഥാന സെക്രട്ടറി MC സാബുശാന്തി, ജില്ലാ സെക്രട്ടറി പ്രകാശൻ തുണ്ടത്തുംപറമ്പിൽ, RSS ഗ്രാമവികാസ് സഹസംയോജക് CG കമലാകാന്തൻ തുടങ്ങിയവരും സമരപന്തൽ സന്ദർശിച്ചു. ജനം, കൊച്ചി.